എല്ലാവരും തന്നെ വെയിറ്റ് ലോസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ വലിയ ആവേശത്തിലായിരിക്കും. എന്നാൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ആവേശം മെല്ലെ മെല്ലെ കുറഞ്ഞ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാതെ സ്റ്റോപ്പ് ചെയ്യുന്ന സിറ്റുവേഷനാണ് വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. വെയിറ്റ് ലോസ് പ്രോഗ്രാമിന്റെ തുടക്കത്തിലുള്ള ആവേശം നിലനിർത്തിക്കൊണ്ട് തന്നെ എങ്ങനെയാണ് വെയിറ്റ് ലോസ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. വെയിറ്റ് ലോസ് പ്രോഗ്രാം തുടങ്ങുന്ന സമയത്തുള്ള ആവേശം നിലനിർത്തിക്കൊണ്ട് തന്നെ എങ്ങനെയാണ് വെയിറ്റ് ലോസ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് എൻഡ് റിസൾട്ട് എടുക്കാൻ സാധിക്കുന്നത്. ഈ ഒരു കാര്യം കൃത്യമായിട്ട് നടക്കണമെങ്കിൽ വെയിറ്റ് ലോസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ ഓരോ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമാണ് സാധിക്കത്തുള്ളൂ. ഇനി പറയുന്ന ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളുടെ വെയിറ്റ് ലോസ് പ്രോഗ്രാമിൽ ഈ പറയുന്ന ഓരോ കാര്യങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്കും തീർച്ചയായിട്ടും ആവേശം കുറയാതെ നിങ്ങളുടെ എൻഡ് റിസൾട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമ്പർ 1, വൈ. വെയിറ്റ് ലോസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എന്തിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് കുറയ്ക്കുന്നത്. ഈ കാര്യം കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഓരോ വ്യക്തികൾക്കും വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്യാനായിട്ട് പല പല കാര്യങ്ങളായിരിക്കും. നിങ്ങൾക്ക് എന്താണോ വെയിറ്റ് ലോസ് പ്രോഗ്രാമുള്ള കാരണം അത് കൃത്യമായിട്ട് തുടക്കത്തിൽ തന്നെ കണ്ടെത്തണം. ചില ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം, ചില ആളുകൾക്ക് ബോഡി ഷേമിംഗ് കൊണ്ടായിരിക്കാം, ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ഇങ്ങനെ പല പല കാരണങ്ങൾക്ക് വേണ്ടിയായിരിക്കും വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ഓരോ വ്യക്തികളും വരുന്നത്. വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ കാര്യം കൃത്യമായിട്ട് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിരിക്കണം. ഐഡന്റിഫൈ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്ത് എൻഡ് റിസൾട്ട് എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്പർ 2, ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം ഗോൾസ്. ഫസ്റ്റ് നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാൻ എന്തിനാനുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിലോ വെയിറ്റ് എത്ര നാളുകൊണ്ട് കുറയ്ക്കണമെന്ന് ഒരു ലോങ് ടൈം ഗോൾ സെറ്റ് ചെയ്യുക. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 30 കിലോ വെയിറ്റ് ആണ് കുറയ്ക്കുകയാണെങ്കിൽ അത് ഒരു മാസം കൊണ്ട് കുറയ്ക്കണം എന്നുള്ള ഗോളൊന്നും സെറ്റ് ചെയ്യരുത്. അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഒരു 30 കിലോ വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ മിനിമം ഒരു 4 to 5 മാസം കൊണ്ട് വെയിറ്റ് കുറയ്ക്കണം നിങ്ങൾ ഒരു ഗോൾ സെറ്റ് ചെയ്യുക. ഈ ഗോൾ ഒരു ലോങ് ടൈം ഗോളായിട്ട് സെറ്റ് ചെയ്യുക. 5 മാസം കൊണ്ട് ഇത്ര കിലോ വെയിറ്റ് എനിക്ക് കുറയ്ക്കാണ്ട് ആ വെയിറ്റ് കംപ്ലീറ്റ് ആയിട്ട് ലോസ് ചെയ്ത് നല്ല ഹെൽത്തി ആയിട്ട് മുന്നോട്ട് ട്രാവൽ ചെയ്യണം എന്നുള്ള ഗോൾ സെറ്റ് ചെയ്യുക. നെക്സ്റ്റ് സെറ്റ് ചെയ്യേണ്ടത് ഷോർട്ട് ടൈം ഗോളാണ്. ഷോർട്ട് ടൈം ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ലോങ് ടൈം ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. 5 മാസം കൊണ്ട് ടോട്ടൽ വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യണം. ഷോർട്ട് ടൈം ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വീക്കിൽ എത്ര കിലോ കുറയ്ക്കണം, അതൊരു ഷോർട്ട് ടൈം ഗോളായിട്ട് സെറ്റ് ചെയ്യുക. ഷോർട്ട് ടൈം ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 1 വീക്കിലെ ഗോളാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്ന വെയിറ്റുകൾ സെറ്റ് ചെയ്യുക. 1 വീക്കിൽ 5 കിലോ 10 കിലോ കുറയ്ക്കാനുള്ള ഗോൾ സെറ്റ് ചെയ്യരുത്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള 1 കിലോയോ അല്ലെങ്കിൽ 1.5 കിലോ വെയിറ്റൊക്കെ ഒരു 1 വീക്കിലോട്ട് കുറയ്ക്കാനുള്ള ഗോളുകൾ സെറ്റ് ചെയ്തിട്ട് മുന്നോട്ട് ട്രാവൽ ചെയ്യുക. ഷോർട്ട് ടൈം ഗോളുകൾ വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ അച്ചീവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഹാപ്പി ആയിട്ടും വളരെ ആവേശത്തിലും വെയിറ്റ് ലോസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ലോങ് ടൈം ഗോളും ഷോർട്ട് ടൈം ഗോളും കൃത്യമായിട്ട് സെറ്റ് ചെയ്തിട്ട് വെയിറ്റ് ലോസ് പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോവുക. നമ്പർ 3, ഫൈൻഡ് ഔട്ട് എ പ്രൊഫഷണൽ കോച്ച്. വെയിറ്റ് ലോസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കോച്ചിനെ ആയിരുന്നു വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മിക്ക ആളുകൾ നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് സ്വന്തമാണ് വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് എൻഡ് റിസൾട്ട് എടുക്കാൻ സാധിക്കത്തില്ല. നമ്മുടെ ശരീരത്തിലെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട്. ചുമ്മാ ഭക്ഷണം കുറച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് വെയിറ്റ് ലോസ് നടക്കത്തില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകത്ത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഒരു കോച്ചിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വെയിറ്റ് ലോസ് ചെയ്യുക. കൃത്യമായിട്ടുള്ള ഡയറ്റ്, വർക്കൗട്ട്, കാലറി മാനേജ്മെന്റ്, ന്യൂട്രീഷൻ പ്രോഗ്രാം ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ന്യൂട്രീഷൻ പ്രോഡക്ട്സിന്റെ യൂസേജ്, അതുപോലുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് നല്ലൊരു കോച്ചിൻ്റെ നിന്ന് മാത്രം കൃത്യമായിട്ട് വെയിറ്റ് ലോസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക. നല്ലൊരു പ്രൊഫഷണൽ കോച്ചിനെ കണ്ടെത്തി വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതൊരു പേയ്മെന്റ് പ്രോഗ്രാം ആയിരിക്കും. നമ്മുടെ ശരീരത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് ആണ്. കാരണം നമ്മുടെ ആരോഗ്യമില്ലെങ്കിൽ, നമ്മുടെ ശരീരമില്ലെങ്കിൽ നമുക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് സമയത്ത് നിങ്ങൾ സ്വന്തം കോച്ചാവാതിരിക്കുക. കൃത്യമായിട്ട് പ്രൊഫഷണൽ ആയിട്ട് കോച്ചിന്റെ ഗൈഡൻസിൽ മാത്രം വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. നമ്പർ 4, ഗ്രൂപ്പ് സെഷൻസ്. വെയിറ്റ് ലോസ് പ്രോഗ്രാം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതും വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്യുന്ന ഒരു ടീമിന്റെ കൂടെ വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്യുന്നതും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഒരു ടീമിന്റെ കൂടെ വെയിറ്റ് ലോസ് പ്രോഗ്രാം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വളരെ ആക്റ്റീവായിട്ട് റിസൾട്ട് എടുക്കാനുള്ള ഒരു ആവേശം ഉണ്ടായിരിക്കും. അത് കൃത്യമായിട്ട് നമുക്ക് റിസൾട്ട് എടുക്കാനായിട്ട് സഹായിക്കുന്നതാണ്. ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ പല പല കാര്യങ്ങൾക്കും മടിയായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് പ്രോഗ്രാം നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ടീമായിട്ട് ഗ്രൂപ്പായിട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൾറെഡി നിങ്ങൾ ഒരു പ്രൊഫഷണൽ കോച്ചിന്റെ അടുത്താണ് വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി അവിടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് എപ്പോഴും ഗ്രൂപ്പായിട്ടുള്ള വെയിറ്റ് ലോസ് പ്രോഗ്രാമിൽ ഏർപ്പെടുക. അതല്ലാതെ ഒറ്റമരത്തിൽ കുറഞ്ഞിരിക്കുന്നത് പോലെ ഒറ്റയ്ക്ക് വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. നിങ്ങൾക്ക് തുടക്കത്തിലെ ആവേശം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. എൻഡ് റിസൾട്ട് എടുക്കാനായിട്ട് ഒരിക്കലും അതുകൊണ്ട് സാധിക്കത്തില്ല. നമ്പർ 5, വെയിറ്റ് ലോസ് സപ്പോർട്ട്. വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പല കാര്യങ്ങളും തടസ്സങ്ങളായിട്ട് വരും. ചിലപ്പോൾ ക്രേവിങ്സ് ആയിരിക്കും വെയിറ്റ് ലോസ് ചെയ്യാൻ നിങ്ങൾക്ക് തടസ്സമായിട്ട് വരുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ മടിയായിരിക്കും. ഇതുപോലെ പല കാര്യങ്ങളും വെയിറ്റ് ലോസിനെ തടയുന്ന രീതിയിൽ ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള തടസ്സങ്ങളെ മാറ്റാനായിട്ട് കൃത്യമായിട്ട് നിങ്ങളുടെ കോച്ചിനോട് സംസാരിച്ചിട്ട് അതിനെ ഓവർകം ചെയ്യുക. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ആക്റ്റീവായിട്ട് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന സ്ട്രഗിൾസ് ഒരു മടിയും കൂടാതെ നിങ്ങൾ കോച്ചിനോട് ഷെയർ ചെയ്താൽ മാത്രമാണ് കോച്ചിന് അതിനുള്ള സൊല്യൂഷൻ തരാൻ സാധിക്കത്തുള്ളൂ. ഇതുപോലെ കറക്റ്റായിട്ട് സൊല്യൂഷൻ കിട്ടിയാൽ മാത്രമാണ് ആവേശത്തോടെ വെയിറ്റ് ലോസ് എൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കത്തുള്ളൂ. നമ്പർ 6, ആസ്ക് യുവർ ഡൗട്ട്സ്. വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ടായിരിക്കും.
സംശയങ്ങളൊന്നും തന്നെ മനസ്സിൽ വെക്കാതെ കൃത്യമായിട്ട് നിങ്ങളുടെ കോച്ചിനോട് ചോദിച്ച് ക്ലാരിഫൈ ചെയ്തിട്ട് വെയിറ്റ് ലോസ് മുന്നോട്ട് കൊണ്ടുപോകുക. സംശയങ്ങൾ വെച്ച് വെയിറ്റ് ലോസ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനർജറ്റിക് ആയിട്ട് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് വെയിറ്റ് ലോസ് സമയത്ത് എന്ത് തന്നെ സംശയം ഉണ്ടെങ്കിലും നിങ്ങളുടെ കോച്ചിനോട് ചോദിച്ച് ക്ലാരിഫൈ ചെയ്തിട്ട് വെയിറ്റ് ലോസ് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. സംശയങ്ങൾ ചോദിക്കാനായിട്ട് നിങ്ങളുടെ കോച്ചിനോട് മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൃത്യമായിട്ട് നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ച് ക്ലാരിഫൈ ചെയ്തിട്ട് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യുക. നമ്പർ 7, വെയിറ്റ് ലോസ് കോമ്പറ്റീഷൻസ്. വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് വെയിറ്റ് ലോസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുക. ഇതുപോലെ മത്സരങ്ങളിൽ പങ്കെടുത്ത് വെയിറ്റ് ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ആവേശത്തോടെ മത്സരബുദ്ധിയോടെ വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൂടാതെ തന്നെ ഇതുപോലുള്ള മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വെയിറ്റ് ലോസ് നടക്കുന്നതാണ്. അതോടൊപ്പം തന്നെ വിജയിക്കുന്നതിന് സമ്മാനവും ലഭിക്കുന്നതാണ്. അതുകൊണ്ട് വെയിറ്റ് ലോസ് വളരെ ആവേശത്തോടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികളിൽ ഏർപ്പെട്ട് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യുക. ഇതുപോലുള്ള ആക്ടിവിറ്റികൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും പ്രൊഫഷണൽ ആയിട്ട് കോച്ചിന്റെ ഗൈഡൻസിൽ പ്രോഗ്രാം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. വെയിറ്റ് ലോസ് പ്രോഗ്രാം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വെയിറ്റ് ലോസിൽ ഇതെല്ലാം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ ഹെർബൽ ലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് സമയത്ത് മാത്രം യൂസ് ചെയ്യാൻ സാധിക്കുന്നതല്ല. നിങ്ങൾ ഏത് മെത്തേഡ് ഓഫ് വെയിറ്റ് ലോസ് ആണോ ചെയ്യുന്നത് ആ മെത്തേഡിലെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ട്രൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ കാര്യങ്ങളെല്ലാം ട്രൈ ചെയ്ത് നിങ്ങളുടെ വെയിറ്റ് ലോസ് തുടക്കം മുതൽ അവസാനം വരെ നല്ല ആവേശത്തോടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങൾ ഏത് മെത്തേഡ് വെയിറ്റ് ലോസ് ആണ് ചെയ്യുന്നുള്ളത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. ഏത് മെത്തേഡ് വെയിറ്റ് ലോസ് ചെയ്താലും കൃത്യമായിട്ട് എൻഡ് റിസൾട്ട് എടുക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എൻഡ് റിസൾട്ട് എടുത്ത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾ കുറച്ച് വെയിറ്റിനെ ലൈഫ് ലോങ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കത്തുള്ളൂ. ഇത്രമാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനുള്ളത്. ഈ പറഞ്ഞുള്ള ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ തീർച്ചയായും നമുക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഹെർബൽ ലൈഫുമായി ബന്ധപ്പെട്ടോ ഹെർബൽ ലൈഫ് പ്രോഡക്ട്സുമായി ബന്ധപ്പെട്ടോ ഹെർബൽ ലൈഫ് ഫോളോപ്പുമായി ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും. ഇത്രമാത്രം അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോ കൂടെ കാണാം. എല്ലാവരും ഹാപ്പി, ഹെൽത്തി, ഓൾ ഫാമിലി ഹോസ്പിറ്റലിൽ മുന്നോട്ട് ട്രാവൽ ചെയ്യുക.